നമസ്കാരം. മക്രോണി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച് നമ്മുടെ ഏവരുടെയും ശ്രദ്ധയും അഭിനന്ദനവും പ്രാപിച്ച ജോസഫിനെ വീണ്ടും നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അറിയുന്നതിലും സന്തോഷമുണ്ട്. ഈ ഒരു സംഭാഷണത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം, അതായത് എൻ്റെ 8ാമത്തെ പേജിലുള്ള ചില വാചകങ്ങൾ വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കി ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. വളരെ പെട്ടെന്ന് പിന്നോട്ട് കാലങ്ങളോളം സഞ്ചരിക്കുകയും പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പ് കൂടാതെ മുന്നിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഗെയിമിൻ്റെ രീതിയാണ് കഥാകാരൻ കൈക്കൊള്ളുന്നത്. മക്രോണി ഒരു അനിവാര്യതയായി മാറുമ്പോൾ കഥയുടെ മുഴുവൻ നിയന്ത്രണവും പ്രപഞ്ചശക്തിയുടെ ഇച്ഛയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോവലിസ്റ്റ് പറയുന്നത് മക്രോണി എന്ന് പറയുന്ന ഈ ഒരു സൃഷ്ടി, അതിൻ്റെ നിയന്ത്രണം ഒരു വ്യക്തിയുടെ പരിധിയിൽ മാത്രമല്ല, അതിൽ പ്രപഞ്ചശക്തിയും പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടാണ്. അതിനെപ്പറ്റി അല്പം കൂടെ വിശദമായി അറിയുവാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. അതുകൊണ്ട് അതിനെ അല്പം വിശദീകരിച്ച്. മക്രോണി ഒരു ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്കുള്ളൊരു സഞ്ചാരമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മക്രോണി എന്ന ആ വിചിത്ര നാമത്തിന് ഒരു മതേതരമാകുന്ന ഒരു പ്രാമുഖ്യമുണ്ട്. അത് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ചരിത്രത്തിൽ മറ്റെങ്ങും അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് ഈ നോവലിൽ അതെവിടെയെങ്കിലും അടയാളപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയുമായി മാറിയപ്പോഴാണ് ഈ നാമധേയത്തിൽ ഒരു നോവലിൻ്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. ആ അനിവാര്യത അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് അതിൻ്റെ ഇത് പ്രപഞ്ച സൃഷ്ടാവിലാണ് അതിൻ്റെ കർത്തൃത്വം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ആര് എപ്പോൾ എവിടെ അടയാളപ്പെടുത്തും എന്ന് ഒരു ചരിത്രപരമാകുന്ന ഒരു ചോദ്യം എന്നിൽ ഉണ്ടായി. അതുകൊണ്ട് അടയാളപ്പെടുത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാൾ ആയിട്ടാണ് ഞാനവിടെ മാറുകയായിരുന്നു. അത് മുമ്പോട്ടുള്ള നോവലിൻ്റെ മുമ്പോട്ടുള്ള രചനയിലും വിവിധ ഭാഗങ്ങളിൽ അത്തരം ഇടപെടലുകളെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈ ഒരു അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ അതേ പ്രതിഭാസം ഞാൻ അല്പം ഒന്ന് നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാന്ത്രികമായി ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പറമ്പിൽ പോയി കിളയ്ക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിപരമായ കഴിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, എന്നാൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതിനപ്പുറം മനസ്സുകൊണ്ട് അധ്വാനിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ നിയന്ത്രണം കുറയും. ഈ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതിലുള്ള അത്രയും നിയന്ത്രണം ബൗദ്ധികമായ തലത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുകയില്ല. അതിനേക്കാൾ വളരെയധികം മുൻപന്തിയിലാണ് ആത്മീയമായ അനുഭവങ്ങളും ചിന്തകളും ആശയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതീതമായ ഒരു ശക്തി ഇതിൽ നിശ്ചയമായും പങ്കെടുക്കുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യമാകും. അപ്പോൾ അതിനെ മറ്റു വിധത്തിൽ പറഞ്ഞാൽ സർഗാത്മകത ദൈവികമാണ്. എൻ്റെ ആത്യന്തികമായ വിശ്വാസം അതാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ സൃഷ്ടാവായി അവതരിപ്പിക്കുന്നു. സൃഷ്ടാവാണ് സർഗാത്മകതയുടെ ആത്യന്തികമായ സ്രോതസ്സാണ് സൃഷ്ടാവ്. അങ്ങനെ സൃഷ്ടിയുണ്ടാകും. അപ്പോൾ ആ രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിൽ വർത്തിക്കുന്ന ദൈവീകമായ അംശം ഈ സർഗാത്മകതയാണ്. ഈ സർഗാത്മകതയെ മനുഷ്യൻ പല വിധത്തിൽ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ
ദൈവികമായ ഉദ്ദേശത്തിൽ എൻ്റെ പരിപാവനമായ ആ ഒരു അവസ്ഥയിൽ നാം അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ദൈവികമായി തന്നെ തീരുന്നു എന്ന അനുഭവമാണ് എൻ്റേത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു. അത് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇനിയും ഈ പുസ്തകത്തിൻ്റെ 15-ാമത്തെ പേജിലുള്ള ഒരു പരാമർശം ഞാൻ ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ജന്മിത്തം കൊടികുത്തി വാണകാലം, ജന്മിക്കെതിരെ ചോദിക്കാനും പറയാനും ആരുമില്ല. കൊലപാതകം ചെയ്താലും ജന്മിക്കെതിരെ കേസില്ല, ജന്മിക്കാരെയും പേടിക്കേണ്ടതില്ല. ഇക്കാലത്താണ് പള്ളിക്കൂടത്തിൻ്റെ വരവ്. അറിവിൻ്റെ പ്രകാശം വീണ് കിട്ടിയവർ, അറിവിൻ്റെ പ്രകാശം വീണ് കിട്ടിയവർ നാട്ടിലെ അനീതികൾക്കെതിരെ പതിയെ ശബ്ദിക്കാൻ തുടങ്ങി. അറിവ്, പ്രകാശം, അനീതിയോടുള്ള ചെറുപ്പ്, ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവണം തിരുവനന്തപുരത്ത് കോളേജിന് തറക്കല്ലിട്ട മഹാരാജാവ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തി വന്ന് പറഞ്ഞത്, തമ്പി, ഞാൻ അരാജകത്വത്തിൻ്റെ ശിലാസ്ഥാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് അനീതിയോട് പൊരുതുവാനുള്ളൊരു വെളിച്ചമായി വിദ്യാഭ്യാസത്തെ വിഭാവന ചെയ്തിരുന്നു. എനിക്കറിയാം, ഒരു കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ സംഭാവന നൽകിയ മിഷണറിമാർ അവരുടെ കാഴ്ചപ്പാടിതായിരുന്നു. പക്ഷേ അവർ സ്ഥാപിച്ച് അവശേഷിപ്പിച്ചു പോയ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ദർശനം 100% നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വിദ്യാഭ്യാസം പ്രാപിക്കുന്നവർക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നോ അനീതിയെ ചെറുക്കണമെന്നോ ഒരു ചുമതല ബോധമുണ്ടാകാൻ വല്ല സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും വളരെ ഗഹനമായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അറിവെന്ന വെളിച്ചം. അറിവെന്ന വെളിച്ചത്തിനെ പറ്റി പറയുമ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഈ സാറ ജോസഫിൻ്റെ കറ എന്ന് പറയുന്ന നോവലിനകത്ത് മരുന്നിനെ പറ്റി പറയുന്നുണ്ട്, ഔഷധം. മരുന്ന് ലോത്തിന് അപൂർവമാകുന്ന ഔഷധ പ്രയോഗങ്ങൾ അറിയാമായിരുന്നു. അപ്പം അത് അതായത് കറുപ്പ് സേവിച്ച് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധി ചെയ്യുവാനായിട്ട് ലോത്തിന് അറിയാമായിരുന്നു. ഈ നോവലിൻ്റെ ഒരു ഭാഗമാണ് അതിനകത്ത് പറയുന്നത്, മരുന്ന് വെളിച്ചമാണ്, അതിനെ മറച്ചു വെക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ ഇത് നന്മയാണ്. അറിവെന്ന് പറയുന്ന നന്മ, ആ നന്മയെ മറച്ചു വെക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അറിവ് വെളിച്ചമാണ്, പ്രകാശമാണ്. അത് പ്രകാശത്തിന് അത് വ്യാപിച്ചേ പറ്റൂ, അതിനെ മറച്ചു വെക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പം അറിവ് ഒരു പ്രധാന ഘടകമാണ്. ഇത് വർത്തമാനകാലത്തിൽ ഇതൊരു പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ് അറിവെന്ന് പറയുന്നത്. കേരളത്തിന് ഈ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുഴുവനായി പരിശോധിക്കുമ്പോൾ കേരളം വേറിട്ട് നിൽക്കുന്നത് നമുക്കറിയാം. കേരളം വേറിട്ട് നിൽക്കുന്ന കേരളത്തിൽ മാത്രമായി കാണപ്പെടുന്ന വിധത്തിലുള്ളൊരു ജനാധിപത്യ മനസ്സ് കേരളത്തിനുണ്ട്. അത് അറിവിലാണ്, അത് വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാനമാണ്. ആ വിദ്യാഭ്യാസം കേരളത്തിൽ ഉണ്ടായതാണ് ഈ അറിവിനൊരു കാരണം. അപ്പം അതിനെ നമ്മൾ അല്പം പുറകോട്ട് പോയി ചിന്തിച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജ്, അന്നത്തെ മഹാരാജാസ് കോളേജിന് രാജാവ് തറക്കല്ലിട്ടതിന് ശേഷം കൊട്ടാരത്തിൽ വന്ന് പറയുന്നത്, തമ്പി, ഞാൻ അരാജകത്വത്തിൻ്റെ ശിലാസ്ഥാപനമാണ് നടത്തിയതെന്നാണ് അന്ന് പറയുന്നത്. നമുക്കറിയാം, അറിവ് അസമത്വങ്ങളെ ഇല്ലാതാക്കും, അസമത്വങ്ങളെ ചോദ്യം ചെയ്യും, അനീതികളെ ചോദ്യം ചെയ്യും അറിവ്. ഈ ഒരു അറിവിൻ്റെ ആത്മാവാണ് കേരളത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങിയത്. അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയത് മിഷണറിമാരാണ്. അപ്പം ആ അറിവ് ഇന്നും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇന്നും ആ അറിവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കേരളത്തിനെ വ്യത്യസ്തമാക്കുകയും കേരളത്തിലെന്നും നമ്മളൊരു സമത്വം, മറ്റൊന്നുമില്ലാത്ത വിധത്തിലുള്ളൊരു സമത്വത്തിൻ്റെ ബോധവും ജനാധിപത്യത്തിൻ്റെ ബോധവും തുല്യതയുടെ ബോധവുമൊക്കെ കേരളത്തിന് നൽകിയിരിക്കുന്നത് ആ നൂറ്റാണ്ട് പുറകിൽ നിന്നുള്ള ആ ഒരു മിഷണറിമാരുടെ പ്രകാശം, അവർ പരത്തിയ പ്രകാശത്തിൽ നിന്ന് അതിന്നും സമൂഹത്തിൽ
ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശം ഇന്നും നമ്മളെയെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മിഷണറിമാർക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ആത്മീയമായ ഒരു കാഴ്ചപ്പാടും അത് പ്രാവർത്തികമാക്കാനുള്ള ദൗത്യബോധവും ഉണ്ടായിരുന്നു. തീർച്ചയായും അത് യേശു എന്ന ഒരു വലിയ തേജസ്സിൽ നിന്ന് പ്രാപിച്ചതാണ്. യേശു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ വളരെയധികം ഊന്നൽ കൊടുത്തിരുന്നു. നമുക്കറിയാം, അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതിനപ്പുറം മനുഷ്യരെ പഠിപ്പിക്കുന്നതിലാണ് യേശു ശ്രദ്ധിച്ചിരുന്നത്. അത് യേശുവിൻ്റെ നീതിബോധത്തെ ഉൾക്കൊള്ളുന്നതാണ്. ഈ ലോകത്തിൽ ദൈവനീതി നടപ്പാക്കണം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ രൂപീകരിച്ചെടുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ്, ഒരു മാർഗമായിട്ടാണ് വിദ്യാഭ്യാസത്തെ ആദിമ മിഷണറിമാർ വിഭാവന ചെയ്ത്. അങ്ങനെയാണ് ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടന്നത്. പക്ഷേ വിദ്യാഭ്യാസ വിപ്ലവം വിദ്യാഭ്യാസ കച്ചവടമായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മെ കേൾക്കുന്ന നല്ല സദുദ്ദേശമുള്ള ശ്രോതാക്കളോട് എന്താണ് പറയേണ്ടത്, പറയാൻ കഴിയേണ്ടത്? ആദ്യത്തെ ചോദ്യത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ ചോദ്യം വന്നത്. അറിവ് തികച്ചും സൗജന്യമായി കിട്ടേണ്ടതാണ്. പ്രകാശം സൗജന്യമാണ്, വെളിച്ചം സൗജന്യമാണ് നമുക്ക് ഏവർക്കും. അതുപോലെ നമുക്ക് സൗജന്യമായിട്ട് അറിവിനെ പകർന്നു തരുവാനായിട്ട് വലിയ അത്തരമൊരു ലക്ഷ്യത്തോടെ, വലിയ ത്യാഗമനോഭാവത്തോടെ വന്നവരാണ് മിഷണറിമാർ. അവർ സൗജന്യമായിട്ടാണ് അറിവിനെ നൽകിയത്. വിദ്യാഭ്യാസത്തെ പകരുവാനായിട്ട് അവരുടെ നഷ്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് വന്നത്. ഇന്ന് വിദ്യാഭ്യാസം, അറിവ്, വെളിച്ചം എന്ന് പറയുന്നതൊക്കെയും ഒരു കച്ചവടത്തിനുള്ള ഉപാധിയായി, കച്ചവടത്തിനുള്ളൊരു വസ്തുവായി മാറിയിരിക്കുകയാണ്. അത് ഇതിൻ്റെ ഏറ്റവും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, ഈ അറിവിനെ പകരേണ്ടവർ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന്, അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അത് വലിയൊരു വ്യവസായമായിട്ട് വളർത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് അതിൻ്റെ ഒരു അപജയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ മക്രോണി എന്ന് പറഞ്ഞ നോവലിൽ നിന്ന് അതിൻ്റെ 76-ാം പേജിലെ ഒരു ഭാഗം വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അക്ഷരച്ചൂട് മാറാത്ത കഥകൾക്കായി ചെറുപ്പത്തിൽ ഓരോ രാവിലും കാത്തിരുന്നത് ജീവൻ ഓർക്കുന്നു. ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം. അന്ന് പകൽ അപ്പൻ കമ്പോസ് ചെയ്ത കഥകൾ കേൾക്കുവാൻ അപ്പൻ്റെ വരവ് കക്ഷത്തിലിറുക്കിയ ബാഗും മനസ്സ് നിറയെ കഥയുമായിട്ടായിരുന്നു. എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമായും തന്ത്രശാലിയായ ചിന്നൻ മുയലും അർജുനനും ഭീമസേനുമൊക്കെ. രാത്രി അത്താഴത്തിന് ശേഷം കുഞ്ഞജീവൻ അപ്പനെ കാതോർക്കും. അപ്പൻ കഥകൾ പറയും. പലപ്പോഴും കഥ തുടങ്ങി കുറേ കഴിയുമ്പോൾ കുഞ്ഞജീവൻ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിച്ച് കുറേ ദൂരം മുൻപോട്ട് പോയി ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ഈ ഭാഗം എന്നെ വളരെ അധികം സ്പർശിച്ചൊരു ഭാഗമാണ്. കാരണം ഒരു വലിയ സാംസ്കാരികമായ വ്യതിയാനം നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാം കഥകൾ കേട്ട് വളർന്നവരാണ്. മനുഷ്യനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അവൻ കഥ കേൾക്കുവാനും കഥ പറയുവാനും കഥ സൃഷ്ടിക്കുവാനും വളരെയധികം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. വാസ്തവത്തിലൊരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ സത്വം കഥകളിലാണ്, അവ സൃഷ്ടിക്കുന്ന കഥകളിലാണ്. അപ്പോൾ ഇന്ന് കഥകളില്ലാത്ത ഒരു ജനതയുണ്ടാകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഥ കേട്ടല്ല വളരുന്നത്, കാർട്ടൂൺ കണ്ടിട്ടാണ് വളരുന്നത്. ഈ കഥയും കാർട്ടൂണും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയുവാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വായനശീലം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നന്നായി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സർഗാത്മകതയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. നമ്മുടെ താല്പര്യങ്ങൾ വളരെ ചീപ്പായി പോകുന്നു. നമ്മുടെ വ്യക്തിത്വം വളരെ ഉപരിപ്ലവമാകുന്നു. ഇങ്ങനെ നാനാമുഖമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ഇപ്രകാരമുള്ള കഥാപാത്രങ്ങളെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു.
ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം, ഒരു വായനക്കാരൻ്റെ അഭിപ്രായവും അത് എഴുതിയ ആളിൻ്റെ അഭിപ്രായം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനായിട്ട് ചോദിക്കുക. മക്രോണി എന്ന ഈ നോവലിനകത്ത് ആത്മകഥാ അംശമുള്ള പല ഭാഗങ്ങളും കടന്നു വന്നിട്ടുണ്ട്. കഥകൾ, എനിക്ക് തോന്നുന്ന കഥകളും വായനയും പുസ്തകങ്ങളും അടങ്ങുന്ന ലോകമാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ച് നവീകരിച്ച് അവരെ മുമ്പോട്ട് നയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കേരളത്തിൻ്റെ ഒരു മാറ്റം, കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റം, അത് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1821 കേരളത്തിലെ ആദ്യത്തെ പ്രസ് ബെഞ്ചമിൻ ബെയ്ലി ആരംഭിക്കുന്നു. അച്ചടി ഒരു വലിയ വിസ്ഫോടനമാണ് ആ സമൂഹത്തിൽ, അന്നത്തെ ഒരു നിശ്ചല സമൂഹത്തിൽ അച്ചടി വരുത്തിയൊരു മാറ്റം, ഒരു വിസ്ഫോടനം എന്ന് തന്നെ പറയാം. അവിടുന്ന് ഈ അറിവെന്ന് പറഞ്ഞ വെളിച്ചത്തിനെ ജനങ്ങളിലേക്ക് അത് അതിവേഗം വ്യാപിച്ചു. പാശ്ചാത്യ ലോകത്തുണ്ടായിരിക്കുന്ന പുരോഗതികൾ, അവിടുത്തെ സാങ്കേതിക പുരോഗതികളും അവിടുത്തെ മാറ്റങ്ങളും പുതിയ ആശയങ്ങളും ജനങ്ങളിൽ എത്തുവാനായിട്ട് ഇടയായി. അത് അച്ചടിയിലൂടെ, അച്ചടി പുതിയ ഇപ്പം പശ്ചിമോദയമാണെങ്കിലും അത്തരം മാസികകളിലൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടാകുന്ന പുരോഗതികളെപ്പറ്റി ഉള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുവാൻ തുടങ്ങി. പുതിയ അന്നത്തെ ഈ പറഞ്ഞതുപോലെ ജന്മിത്തം കുടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം, അസമത്വത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു എങ്ങും. ആ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടെ ജനങ്ങൾക്ക് പരിചയപ്പെടുവാനിടയായത് അച്ചടി വന്നതിന് ശേഷമാണ്. അത് വളരെ ആവേശത്തോടെ ജനങ്ങൾ ഏറ്റെടുത്തു. അവിടുന്ന് അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നാടെങ്ങും വായനശാലകൾ ഉണ്ടായി തുടങ്ങി. നാടെങ്ങും നാടകം കളിക്കുന്ന, അന്നത്തെ വിനോദ ഉപാധി എന്നുള്ള നിലയിലൂടെ ആശയങ്ങൾ കൂടുതൽ സംവേദനക്ഷമതയുള്ള ഒരു മീഡിയയിലെ നാടകം ആണ്. അപ്പം നാടകം കളിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടങ്ങളുണ്ടായി. ആശയങ്ങളെ പങ്കുവെക്കുവാനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് പോലും വേറെ ഓടുവാൻ തക്കവണ്ണമുള്ള കേരളത്തിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയത് ഇവിടുത്തെ അക്ഷരമെന്ന ഒരു വെളിച്ചവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഒക്കെയാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ബാലനായ ജീവന് അവൻ്റെ അപ്പൻ, പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുന്ന അപ്പൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ കഥകളുടെ ഒരു സമാഹാരം മനസ്സിൽ ഉൾക്കൊള്ളിച്ച് വരുന്നു. അവന് പറഞ്ഞു കൊടുക്കുന്നു. രാത്രിയിൽ അവൻ അതിൽ കൂടെ സഞ്ചരിക്കുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം തൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞത്, അരി വെച്ച് വിളമ്പുവാനില്ലാതിരുന്ന അമ്മ എനിക്ക് അക്ഷരം വിളമ്പി തന്നു എന്നാണ്. അരി വെച്ച് അത്താഴം ഇല്ലാതിരുന്നത് കൊണ്ട് അമ്മ എനിക്ക് അക്ഷരം വിളമ്പി തന്നു. വളരെയധികം സ്പർശിച്ച ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെ പുത്തഞ്ചേരി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു വലിയ സാഹിത്യ സൂര്യൻ ഉദിച്ചു ഒരമ്മ അക്ഷരം വിളമ്പിയതുകൊണ്ട്. അതേ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അനേകം മിഷണറിമാർ വളരെ ത്യാഗം സഹിച്ച് കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം വിളമ്പിക്കൊടുത്തു. അപ്പം ആ ഒരു വലിയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ നമുക്ക് വന്ന വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് ആ വലിയ പൈതൃകത്തെ വളരെ വിലമതിച്ച് അതിനെ എപ്രകാരം വീണ്ടെടുക്കാം എന്ന ഒരു വലിയ ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അതിനെപ്പറ്റി താങ്കളുടെ ചിന്ത എന്താണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ് എന്നറിയാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു വന്ന ആത്മകഥ അംശം ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് അത് കണ്ടിന്യൂഷൻ ഉണ്ടായില്ല, അപ്പം അതോട് ചേർത്ത് ഞാൻ പറയാം. ഈ അച്ചടി എന്ന് പറയുന്ന ഒരു വിസ്ഫോടനം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ
കമ്പ്യൂട്ടർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയൊരു മാറ്റം പോലെ ആയിരുന്നു അച്ചടിയുടെ കാലത്ത്. അപ്പം കാരൂർ നീലകണ്ഠപിള്ള അദ്ദേഹം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തുടങ്ങുവാനും ഇന്ത്യ പ്രസ് രൂപീകരിക്കുവാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അച്ചടി എന്ന് പറയുന്ന നൂതന വിദ്യയാണ്. അത് കോട്ടയത്ത് 1821 ബെഞ്ചമിൻ ബെയ്ലി പ്രസ് സ്ഥാപിച്ചു. അവിടെ നിന്ന് അച്ചടി നടക്കുന്നു. അതോടൊപ്പം ഉണ്ടാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകുന്നു. കേരളത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ അച്ചടി ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുന്നു. സാഹിത്യം, പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങുന്നു. കാരൂർ സാറ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഓഹരി വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് ആദ്യത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യത്തെ ഷെയർ. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വിറ്റ് കിട്ടിയ തുകയാണ്. അപ്പം എൻ്റെ പിതാവും അന്നത്തെ ആ ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു മാറ്റത്തിൽ ഒരു കാരണക്കാരനായി. അദ്ദേഹവും ഈ വിസ്ഫോടനത്തിൽ ഈ പറഞ്ഞ പാശ്ചാത്യ മിഷണന്മാർ കൊണ്ടുവന്ന വിസ്ഫോടനത്തിൻ്റെ ഭാഗമായി കമ്പോസിങ് പഠിച്ചു. ആത്മകഥാ അംശമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. SPSCSൻ്റെ പ്രസ്സിൽ ഇന്ത്യ പ്രസ്സിൽ അദ്ദേഹവും ജോലിക്കാരനായി. അപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ നിരന്തരം ഇന്ത്യ പ്രസ്സിൽ വരികയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും അവരെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യാനുള്ളൊരു അപൂർവ ഭാഗ്യം എൻ്റെ പിതാവിനുണ്ടായി. അപ്പം ചെറുപ്പത്തിൽ എഴുത്തും സാഹിത്യവും എനിക്ക് ഒട്ടും അന്യമല്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ധാരാളം പുസ്തകങ്ങളും ഈ സാഹിത്യ നായകന്മാരെയൊക്കെ നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരെയൊക്കെ കേട്ടും അവരുടെ പുസ്തകങ്ങളെപ്പറ്റിയുള്ള അറിവുകളും ഒക്കെ കിട്ടിക്കൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. അപ്പം ആത്മകഥാ അംശം അതിനകത്തുണ്ട്. അപ്പൻ ഇന്ത്യ പ്രസ്സിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ കഥകളുമായിട്ടാണ് വരുന്നത്. മനസ്സിൽ ധാരാളം കഥകളുണ്ട്. ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞത്, തകഴിയുടെ ചെമ്മീന് ഡച്ച് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അന്ന് അദ്ദേഹം തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. അവിടുത്തെ ജോലിക്കാർക്കെല്ലാം അദ്ദേഹം ഒരു സൽക്കാരം നടത്തി. അപ്പോൾ ഈ സാഹിത്യകാരന്മാരുമായിട്ട് നിരന്തരം ഇപ്പോൾ പൊറ്റക്കാട്, DC, തകഴി, അതുപോലെ അന്നത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെയെല്ലാം കണ്ടും കേട്ടുമാണ് എൻ്റെ പിതാവ് വന്നത്. അതേ രൂപത്തിൽ അദ്ദേഹം വീട്ടിൽ വന്ന് എന്നോടും എൻ്റെ സഹോദരിമാരോടും എൻ്റെ അമ്മയോടും ഒക്കെ അത് വളരെ സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു സാഹിത്യത്തിൻ്റെ ഒരു അംശം എൻ്റെ ആത്മാവിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ആത്മകഥാ അംശം എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ അച്ചടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്ന് അറിവിൻ്റെ വിസ്ഫോടനം, അറിവെന്ന വെളിച്ചം, ഇതൊക്കെയും അതിൻ്റെ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ മിഷണറിമാരുടെ പിൻഗാമികളെന്ന് പറയുന്നവർ അത് വേണ്ട വിധത്തിൽ അതിൻ്റെ കർത്തൃത്വം നടത്തുവാൻ അവർ തയ്യാറായില്ല. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇന്ന് കാണുന്നത് ഒരു വ്യവസായ സ്ഥാപനങ്ങളായിട്ടാണ്. അപ്പം അതൊരു നന്ദികേടാണ്, സമൂഹത്തോട് കാണിക്കുന്ന നന്ദികേടാണ്, ഉത്തരവാദിത്വമില്ലായ്മയാണ്. പക്ഷേ പുസ്തകം നമ്മൾ വെക്കുന്ന ഇതിനൊക്കെ ബദലായിട്ട് ഇപ്പോൾ ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു ബിഷപ്പായിരിക്കും ക്രിസ്തീയ സ്ഥാപനത്തിൻ്റെ മേധാവി. എന്നാൽ ബിഷപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആഡംബരത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. നമുക്ക് ജീവാൻജീൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന വിഖ്യാതമാകുന്ന നോവലിനകത്ത്, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിനകത്ത് അതിനകത്തൊരു കഥാപാത്രമാണല്ലോ ജീവാൻജീൻ. അപ്പം ജീവാൻജീൻ്റെ കഥ പറയുമ്പോൾ നമുക്കൊരു ബിഷപ്പിനെ കാണാം.
ജീവാഞ്ജിനെ ഒരു അപ്പം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് റൊട്ടി സഹോദരിയുടെ മകന് വിശന്നപ്പോൾ ആ വിശപ്പ് മാറ്റാൻ വേണ്ടി റൊട്ടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കാരാഗൃഹത്തിൽ അടക്കുകയാണ്. അദ്ദേഹം അവിടുന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തടവ് ചാടി. ദാരിദ്ര്യമാണ്. തടവ് ചാടി അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ അരമനയിൽ മോഷ്ടിക്കാൻ കയറി. അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുന്ന് വെള്ളിക്കരണ്ടികളും ഒക്കെ മോഷ്ടിക്കാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാൻ കാര്യം, ആ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കവാടങ്ങൾ ഒരിക്കലും അടച്ചിരുന്നില്ല എന്നതാണ്. തുറന്നിട്ട വാതിൽ. അതെ അതെ അതെ, ആർക്കും കയറി വരാം. ആർക്കും കയറി വരാം. അപ്പം ആർക്കും കയറി വരാം എന്നുള്ള രീതിയിൽ തുറന്നിടുന്ന ബിഷപ്പ് ഹൗസുകളോ അരമനകളോ ഒന്നും ഇന്നില്ല. അതിനൊക്കെ പരിധികളും അവർ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു വിശപ്പ് മാറ്റാമെന്ന് കരുതി ഒരാൾക്ക് ഇന്ന് ബിഷപ്പ് ഹൗസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ, അരമനയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരത്തില്ല, അല്ലെ അവരെങ്കിൽ ദാരിദ്ര്യത്തിന് ഒരു മറുമരുന്നുണ്ടാവത്തില്ല. ഇപ്പോൾ ജീവാഞ്ജീൻ അവിടുന്ന് ഭക്ഷണത്തിന് ശേഷമാണ് അവിടുന്ന് വെള്ളിക്കരണ്ടിയും പാത്രങ്ങളുമൊക്കെ മോഷ്ടിക്കുന്നത്. അദ്ദേഹത്തിനെ എന്നിട്ട് വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ ബിഷപ്പ് പറയുന്നത് മോഷ്ടിച്ചതാണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തോട് പറയുന്നത് അതാണ് ഒരു ബിഷപ്പ് എങ്ങനെയായിരിക്കണമെന്ന് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ്. ബിഷപ്പ് പറയുന്നത് ഞാനത് അദ്ദേഹത്തിന് കൊടുത്തതാണെന്നാണ്. അപ്പോൾ അത്ര വിശാലമാകുന്നൊരു സ്നേഹത്തിൻ്റെ സഹോദരനാണ്. അപ്പം അത്ര വിശാലമാകുന്ന സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് നമുക്കതിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത്. അപ്പം അത്തരത്തിൽ സമൂഹത്തെ നമുക്ക് പരിവർത്തനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന വിധം മാറുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലുള്ളവർക്ക് സാധിക്കണം എന്നുള്ളതാണ്. ജോസഫ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കുസൃതി ചിന്ത. വിക്ടർ ഹ്യൂഗോയുടെ കഥയിൽ വാതിലിന് ഇപ്പുറത്ത് കള്ളനും അപ്പുറത്ത് വിശുദ്ധനുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിക്ടർ ഹ്യൂഗോ ഈ കഥ എഴുതിയാൽ വാതിലിന് അപ്പുറത്തും ഇപ്പുറത്തും കള്ളന്മാരാണ്. ഈ വ്യത്യാസം വന്നു കഴിഞ്ഞു. ഇതാണ് പ്രശ്നം. പക്ഷേ ഇതിനോടനുബന്ധമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ ജോസഫ് തൻ്റെ അനുഭവം പറഞ്ഞു. തൻ്റെ പിതാവ് ഈ സാഹിത്യ ലോകത്തിൽ പ്രവർത്തിച്ച് അധികായന്മാരുമായുള്ള സമ്പർക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു വലിയ മാഹാത്മ്യം ഉണ്ടായി. അത് വീട്ടിൽ വന്ന് അതിൻ്റെ പരിമളം പകരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ അനുഗ്രഹം ഇതാ നാം ഇപ്പോൾ ജോസഫിൽ കൂടെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മാതാപിതാക്കന്മാരോട് ഇതിനെ ആസ്പദമാക്കി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് മുതിർന്ന ആളുകളുമായി ഇടപെടുന്നത് കൊണ്ട് അവർ നല്ല കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, അഭിരുചികൾ പ്രാപിക്കുമെന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. ഒരു പരിധിവരെ വിദ്യാഭ്യാസത്തിൽ കൂടെ ആ കാര്യങ്ങൾ ഇത് കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ ചുമതല പൂർവാധികമായി വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന മഹനീയമായ ഒരു സേവനങ്ങളിൽ ഒന്ന് ഞാൻ വളരെ അടിവരയിട്ട് പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉദാത്തമായ ഔന്നത്യമുള്ള മാഹാത്മ്യമുള്ള അഭിരുചികൾ ഉണ്ടാകത്തക്കവണ്ണം നിങ്ങളുടെ ഗാർഹിക സംസ്കാരത്തെ നിങ്ങൾ ആവിഷ്കരിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. ഇന്ന് ഒരു കുഞ്ഞിന് അഭയം ഒരു ഭവനമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. നമുക്ക് കൈയൊഴിയാൻ വയ്യാത്ത ഒരു വലിയ ചുമതലയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം എപ്രകാരമായിരിക്കണമെന്ന് വിഭാവന ചെയ്യുകയും ആ ലക്ഷ്യം പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു ദൗത്യം ഓരോ ഭവനത്തിലും, ക്രിസ്തീയ ഭവനങ്ങളിൽ മാത്രമല്ല എല്ലാ ഭവനങ്ങളിലും ഉത്തരവാദിത്വ ബോധമുള്ള കുഞ്ഞുങ്ങളെ അർത്ഥവത്തായി സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും അവരുടെ ഗാർഹികമായ അന്തരീക്ഷവും അതിൻ്റെ ഉള്ളടക്കവും എന്തായിരിക്കണമെന്ന് വളരെ വളരെ ശ്രദ്ധയോടെ
ദൈവഭയത്തോടെ ആലോചിക്കുകയും അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ലക്ഷ്യബോധത്തോടെ പേരൻറ്റിങ് എന്ന് പറയുന്ന ഈ വലിയ ശുശ്രൂഷ നടത്തണം എന്ന് ആജീവനാന്തം കുഞ്ഞുങ്ങളെയും യുവതീവാക്കന്മാരെയും സേവിക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലും 2 പെൺകുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി പ്രാപിച്ച് അവരെ ഏതാണ്ടൊക്കെ ഒന്ന് പരിശീലിപ്പിച്ച് അവരുടെ ദൗത്യത്തിലേക്ക് അയക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലേക്കും ഞാൻ നിങ്ങളേവരോടും വിനീതമായി ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാവുന്ന സേവനം മറ്റാർക്കും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ ഭവനത്തിൽ നിന്ന് പ്രാപിക്കാത്ത നന്മ മറ്റെവിടെ നിന്നെങ്കിലും പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത് വലിയ മൗഢ്യമാണ്. അതുകൊണ്ട് പേരൻറ്റിങ് എന്ന് പറയുന്ന ഈ വലിയ ശുശ്രൂഷ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദൗത്യം അതാണ്. അതിനുവേണ്ടി തക്കതായി ചിന്തിക്കുകയും അതിൻ്റെ കരുക്കൾ ആർജിക്കുകയും ഉത്തരവാദിത്വ ബോധത്തോടെ, ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തോട് തന്നെ ഈ ഒരു ദൗത്യം നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്.